നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പോക്സോ കേസിൽ റിമാൻഡിലായ പ്രതി മരണപ്പെട്ട കേസ് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. തിരൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷക പ്രവൃത്തിയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ അഭിഭാഷകരെ ആദരിക്കുന്ന ചടങ്ങ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം പണപ്പിരിവ് നടത്തി തട്ടിപ്പ് നടത്തിയതായി പരാതി. മലയാളി യുവതിയെ ഡൽഹിയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിൽ തിരൂരിലെ കുപ്രസിദ്ധ റൌഡി SDPI തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ മുനിസിപ്പാലിറ്റിയിൽ വാഹന പ്രചരണം സംഘടിപ്പിച്ചു. താനാളൂർ വലിയ തോടിന് രണ്ടാം ഘട്ട പാർശ്വഭിത്തി നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. വിശദമായ വാർത്തകൾ. പോക്സോ കേസിൽ റിമാൻഡിലായ പ്രതി മരണപ്പെട്ട കേസ് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. മരണപ്പെട്ട ആദവനാട് ചന്ദനക്കാവ് സ്വദേശി കോട്ടയിൽ അബ്ദുൾ റഷീദിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ശനിയാഴ്ച രാത്രിയിലാണ് തിരൂർ സബ് ജയിലിൽ വെച്ച് അബ്ദുൾ റഷീദ് മരണപ്പെട്ടത്. വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ഉപദ്രവിച്ച കേസിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വെള്ളിയാഴ്ച തിരൂർ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. ശനിയാഴ്ച പകൽ ഇയാൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജയിൽ അധികൃതർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകുകയും തുടർന്ന് പരിശോധനയ്ക്കു ശേഷം സബ് ജയിലിലേക്ക് കൊണ്ടുപോയി രാത്രി 8 മണിയോടെ ഛർദ്ദിച്ച് അവശനായ റഷീദ് മരണപ്പെടുകയുമായിരുന്നു. ജയിലിൽ വെച്ച് മരണപ്പെട്ടതിനെ തുടർന്ന് സംഭവം അന്വേഷിക്കാൻ മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബാബുവിനെ മലപ്പുറം SP ചുമതലപ്പെടുത്തുകയും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്വേഷണം ആരംഭിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അറിയിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. അഭിഭാഷക പ്രൊഫഷൻ മൂല്യങ്ങൾ മോശമായി വരുന്ന ഇക്കാലത്ത് പഴയ തനിമയുടെ നന്മയും പേറിയാണ് അഭിഭാഷകരായ കൃഷ്ണനുണ്ണിയും രാംമോഹനും മുന്നോട്ട് വരുന്നതെന്നും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗരേഷ് അഭിപ്രായപ്പെട്ടു. തിരൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷക പ്രവൃത്തിയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ ടി കൃഷ്ണനുണ്ണിയെയും തിരൂർ ബാറിലെ സീനിയർ അഭിഭാഷകൻ കെ രാംമോഹനെയും ആദരിക്കുന്ന ചടങ്ങ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് PVM ഇക്ബാൽ അധ്യക്ഷനായി. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തി. ശശി തരൂർ MP മുഖ്യാതിഥിയായി. ജസ്റ്റിസ് TR രവി, ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ്, MLA മാരായ P നന്ദകുമാർ, കുറുക്കോളി മൊയ്തീൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, പ്രിൻസിപ്പൽ ജഡ്ജി K സുനിൽകുമാർ, ജഡ്ജി NR കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് MK മൂസക്കുട്ടി, അഡ്വക്കേറ്റ് V പത്മകുമാർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് PP ഷിയാസ് സ്വാഗതം പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം പണപ്പിരിവ് നടത്തി തട്ടിപ്പ് നടത്തിയതായി പരാതി. തിരൂർ പെരുവഴി അമ്പലത്ത് പ്രവർത്തിച്ചിരുന്ന കനറ ഫിഷ് ഫാർമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഡെയിലി ഡെപ്പോസിറ്റ് എന്ന നിലയിലായിരുന്നു ഓരോ ദിവസവും ആളുകളിൽ നിന്നും സ്ഥാപനം പണം സ്വീകരിച്ചിരുന്നത്. പണമടച്ച് 1 മാസത്തിനകം തന്നെ തിരിച്ചു നൽകുമെന്നും സ്ഥാപനം ഉറപ്പു നൽകിയിരുന്നു. വീട്ടമ്മമാർ, ചെറുകിട കച്ചവടക്കാർ, തൊഴിലാളികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയാണ് സ്ഥാപനം ഇത്തരത്തിൽ പിരിച്ചെടുത്തിരുന്നതെന്ന് പരാതിക്കാർ പറയുന്നു. എന്നാൽ കഴിഞ്ഞ ജനുവരി 6-ാം തീയതി മുതൽ സ്ഥാപനം തുറന്നിട്ടില്ലെന്നും MD ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായി മറുപടി ലഭിക്കുന്നില്ലെന്നുമാണ് പരാതിക്കാർ പറയുന്നത്. ജനുവരി 17-ന് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും തിരൂർ പോലീസിനും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പുതിയ ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തു വന്നെങ്കിലും വീണ്ടും തങ്ങളെ വഞ്ചിക്കുകയല്ലാതെ പണം തിരികെ ലഭിച്ചില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത്. വിഷയത്തിൽ പോലീസ് ഇടപെട്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. വെട്ടം ന്യൂസ്, തിരൂർ. ഡൽഹിയിൽ ഉപരിപഠനത്തിന് പോയ മലയാളി വിദ്യാർത്ഥിനിയെ മയക്കുമരുന്ന് നൽകി ബലാത്സംഗം ചെയ്ത കേസിൽ തിരൂർ പെരുന്തല്ലൂർ സ്വദേശിയും ടാർസൻ എന്നറിയപ്പെടുന്ന വീര്യത്ത് പറമ്പിൽ സിറാജുദ്ദീനെ
ഡൽഹി പോലീസ് തിരൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ഡൽഹിയിൽ വെച്ച് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമമുണ്ടായത്. വിദ്യാർത്ഥിനിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് സുഹൃത്ത് വഴി അടുപ്പത്തിലായ സിറാജുദ്ദീൻ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയായിരുന്നു. നിരവധി മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഇയാൾ തിരൂരിലെ അറിയപ്പെടുന്ന റൌഡിയാണ്. കഴിഞ്ഞ ദിവസം തിരൂരിലെത്തിയ ഡൽഹി പോലീസ് തിരൂർ പോലീസിന്റെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതിയായ പരിയാപുരം സ്വദേശി ഹിഷാമിനെ കഴിഞ്ഞ മാസം ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സിറാജുദ്ദീനെ തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. വെട്ടം ന്യൂസ്, തിരൂർ. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഫെബ്രുവരി 14-ന് കാസർഗോഡ് നിന്നും തുടക്കം കുറിച്ച് മാർച്ച് 1-ന് തിരുവനന്തപുരം സമാപിക്കുന്ന SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമായി SDPI തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ മുനിസിപ്പാലിറ്റിയിൽ വാഹന പ്രചരണം സംഘടിപ്പിച്ചു. പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പൂക്കേൽ അങ്ങാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം ജുബൈർ കല്ലൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് നഗരസഭാ പരിധിയിൽ പ്രചരണം നടത്തി തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ഫത്താഹ് മാസ്റ്റർ പൊന്നാനി അഭിസംബോധനം ചെയ്ത് സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം നജീബ് തിരൂർ, അഷ്റഫ് പുത്തനത്താണി, ഷാഫി സബ, ഫൈസൽ ബാബു എന്നിവർ സംസാരിച്ചു. അബ്ദുറഹിമാൻ കണ്ടാത്തയിൽ, ജംഷീദ്, ഹമീദ്, ഷറഫുദ്ദീൻ, മുഹമ്മദ് വളവത്ത് ബാവ എന്നിവർ പ്രചാരണ ജാഥയ്ക്ക് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. താനാളൂർ 6-ാം വാർഡിൽ വലിയ തോടിന് താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 11.5 ലക്ഷം രൂപ ചിലവിൽ കോട്ടുവാല PDAക്ക് സമീപം നിർമ്മിക്കുന്ന 2ാം ഘട്ട പാർശ്വഭിത്തി നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി നിർവഹിച്ചു. താനാളൂർ 6-ാം വാർഡിൽ ഇതിനകം ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും പൊതുജനങ്ങളുടെ നിസ്സീമമായ സഹകരണമാണ് ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതെന്നും VKM ഷാഫി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ ഫൈസൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുൾ മജീദ് മംഗലത്ത്, V മുഹമ്മദ് ഹാജി, ഉബൈദുള്ള താനാളൂർ, തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി, VPM അബ്ദുറഹിമാൻ മാസ്റ്റർ, N ബഷീർ ഹാജി, ഹുസൈൻ തോടാത്ത്, N അഹമ്മദ് ബാപ്പു, ഫൈസൽ നന്ദനിൽ, VV അബ്ദുൾ ബാരി, N കുഞ്ഞുമോൻ, V അബ്ദുൾ കരീം, N സലാഹുദ്ദീൻ, U ഇല്യാസ്, N ഇസ്മായിൽ, VP ലത്തീഫ്, തോട്ടുങ്ങൽ ഹംസ ഹാജി, T അബ്ദുസമദ് എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.